റഷീദിക്ക് വിളിച്ച് പറയുമ്പോൾ ക്ലിനിക്ക് വേണ്ട വീട് മതി എന്ന് പറഞ്ഞാൽ ഞാനാ. മാത്രമല്ല ഞാൻ മാഡത്തിന്റെ ഒരു ഫാനും കൂടിയാണ് കേട്ടോ. ഡാനിയൽ അറേ പ്രശസ്തനായ സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം എഴുതിയ പുസ്തകമാണിത്, പ്രെഡിക്റ്റബിളി ഇറാഷണൽ. പ്രവചിക്കാവുന്ന യുക്തിരഹിതം. ചിലർ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് വാദിച്ചുകൊണ്ടിരിക്കും. അതിന് ലോജിക്കില്ല എന്നവർക്ക് അറിയാമെങ്കിലും ചുമ്മാ തർക്കിച്ചുകൊണ്ടിരിക്കും. അയ്യർ സാർ ഇതൊന്ന് വായിക്കണം. ഈയിടെയായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്, അല്ലേ മോനെ? അതെ, അച്ഛൻ്റെ മൂഡ് പെട്ടെന്നാണ് ചേഞ്ച് ആവാറ്. അല്ല, അമ്മയുടെ മൂഡ് ചേഞ്ച് ആവുമ്പോ അച്ഛന്റെ മൂഡും ചേഞ്ച് ആവാറുണ്ട്. സ്വാഭാവികമായിട്ടും. ഉറക്കം കിട്ടാറുണ്ടോ? ഞാൻ നേരത്തെ കിടന്നുറങ്ങും. ശ്രീനേട്ട് എപ്പോഴാ വന്ന് കിടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെയൊന്നും ഉറങ്ങാറില്ല. അതെന്താ? പല പല ചിന്തകളല്ലേ. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. ഉറങ്ങണം. ഇത് രണ്ടുപേർക്കും രാത്രി കിടക്കാൻ നേരം കൊടുക്കണം. എനിക്കെന്തിന്? അതല്ല, സെറോട്ടോണിനുള്ള ടാബ്ലറ്റാ. നല്ല റിലീഫ് കിട്ടും, നല്ല ഉറക്കവും. അയ്യർ സാർ എന്തായാലും ഈ പുസ്തകം ഒന്ന് വായിക്കണം. രാഹുലേ, ഡോക്ടർ അച്ഛനുമായിട്ടൊന്ന് പുറത്തോട്ട് നിൽക്കുവോ? ഞാൻ പേഷ്യന്റുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. മാഡം, എപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ചേഞ്ച് കണ്ടു തുടങ്ങിയത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഡോക്ടറെ കുറെ മുമ്പേ തുടങ്ങേണ്ടി വരും. ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാ. ആ സമയത്തൊക്കെ കുറച്ച് ഓവറായിട്ടുള്ള എന്താ പറയുന്ന പൊസസീവ്നെസ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് അത്രയ്ക്ക് മുഖവിലേക്ക് എടുത്തില്ല. പക്ഷെ മോൻ ജനിച്ചതിന് ശേഷം കുറേശ്ശെ കൂടുതലായി തുടങ്ങി. മോൻ എന്ത് ചെയ്യുന്നു, മോൻ ഉറങ്ങിയോ, മോൻ ആഹാരം കഴിച്ചു, ഇങ്ങനെ തുടർച്ചയായിട്ട് ചോദിച്ചോ. അല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോനെ കുറിച്ച് ഓരോന്ന് ചോദിക്കുകയൊക്കെ ചെയ്യും. അത് കുറേശ്ശെ ആവും. വളരും തോറും അങ്ങ് പീക്കായി. അങ്ങനെയാണ് ഞാനിത് ശ്രദ്ധിച്ചു തുടങ്ങിയതും കുറേശ്ശെ എന്റെ മോനെ അറിയിച്ചു തുടങ്ങിയതും. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രാഹുലിന് അവന്റെ ഒരു കാര്യങ്ങളും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പാടില്ല. അതെ, ഏത് കാര്യത്തിനാണെങ്കിലും അദ്ദേഹം തന്നെ തീരുമാനം എടുക്കണം. അവൻ വളർന്നില്ലേ ഡോക്ടർ? അല്ല, അപ്പൊ അവനൊരു എവിടെയായിരുന്നു നീ? എത്ര നേരമായിട്ട് നിന്നെ വിളിച്ചോണ്ടിരിക്കാന്നറിയോ? ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞ വണ്ടി ഓട്ടിക്കൊണ്ട് പറഞ്ഞാൽ കൊടുക്കും. ഞാൻ പിന്നെ വിളിക്കാം. വൈഫാ, ഈ വണ്ടി ലൈസൻസ് കിട്ടിയിട്ട് അധികം ദിവസമൊന്നും ആയില്ല. അപ്പൊ ഈ വണ്ടി എടുത്തോണ്ട് പോകുമ്പോ നമുക്കോ ഒരു എന്ത് പറയാ, ഇതൊക്കെ ഈ ആൻസൈറ്റി ഡിസോർഡർ ഭാഗമാ. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാലേ, ഈ 50 കഴിഞ്ഞവർക്ക് ഇതുണ്ട്, ഈ ആൻസൈറ്റി ഇഷ്യൂ. ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. നല്ല കരുതൽ കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ പിന്നെ ഇതുപോലൊക്കെ തന്നെയാ. അതാ ഡോക്ടറെ ചെണ്ട വന്ന് മതളത്തിനടുത്ത് പറഞ്ഞ പോലായി. തീർന്നില്ലേ? എന്തോ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് സ്വഭാവം. എല്ലാം കഴിഞ്ഞില്ലേ ഡോക്ടറെ? ചെറുതായിട്ട് പാളിപ്പോയി. എന്നെ പോലെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കുറച്ച് കുഴപ്പമുണ്ടെന്നതാ ചിരിച്ചു. അവൻ അടമന്റാണ്. നമ്മുടെ സംസ്കാരം, കുടുംബ പശ്ചാത്തലം ഇതൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ? ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തു. ദുബായ് എന്നുള്ള ഒറ്റ ജ്വരേ ഉള്ളവന്. ഈ ദുബായ് അത്ര നല്ല സ്ഥലമാണോ? ആർക്കറിയാം. ഇനി അത്ര നല്ല സ്ഥലമാണെങ്കിൽ തന്നെ നമുക്ക് പറ്റില്ലല്ലോ. പ്രമുഖ അവനോട് ഒന്ന് സംസാരിക്കണം. അവന് ദുബായ് പോകാൻ പറ്റിയില്ലെങ്കിലോ? മനസ്സിലായില്ല. അവൻ ദുബായ് പോകല്ലോ, അത്രയല്ലേ ഉള്ളൂ. അതിനുള്ള മരുന്നൊക്കെ എന്റെ കയ്യിലുണ്ട്. അതെന്ത് മരുന്ന്? അല്ല, ഇത് വക്കീലിന്റെ മാത്രം ഐഡിയ അല്ല, എന്റെ തലയിൽ പറഞ്ഞ ഒരു ബോംബാ. നിങ്ങൾ കാര്യം പറ. അതായത് രാഹുല് പോന്ന ദിവസം ഞങ്ങൾ വീട്ടിലെത്തുന്നു. എന്നിട്ട് അവന്റെ കയ്യിൽ ഒരു അച്ചാറൂപ്പി കൊടുത്തിട്ട് എന്റെ അളിയൻ അജുമാനുള്ള സുപ്രൻ അവൻ ഇത് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇതെന്തൊരു ഐഡിയ? അച്ചാറിനകത്ത് എന്താണെന്ന് ചോദിക്കാൻ സാറേ. അച്ചാറിനകത്ത് എന്താണ്? കുറച്ച് കഞ്ചാവ്. ഞെട്ടിയോ? ഞെട്ടിയില്ലേ? കഞ്ചാവ് നിറച്ച അച്ചാറ് കസ്റ്റംസ് പിടിക്കുന്നു. പയ്യനെ പൊക്കുന്നു. അവനില്ലാത്ത അവന്റെ ഫ്ലൈറ്റ് ദുബായിലേക്ക് പറക്കുന്നു. എപ്പിടി മഹാഭാവി, നിങ്ങൾ എന്റെ മോനെ കൊലയ്ക്ക് കൊടുക്കൂ. സാറ് വിഷമിക്കണ്ട. സെക്ഷൻ 276
ചെറിയ തോതിൽ കഞ്ചാവ് കൈവശം വെച്ച ഇറ്റ്സ് എ ബെയിലബിൾ ഒഫൻസ്. പയ്യനെ ഞാൻ ഇറക്കി തരാം വിത്തിൻ 24 hours. എന്ത് ബുദ്ധിയോടെ വക്കീലേ. ദേ, ഇത്തരം മണ്ടത്തരം കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി. അല്ല അപ്പൊ അച്ചാർ അച്ചാർ നിങ്ങളുടെ പെണ്ണുമ്പിള്ളക്ക് കൊണ്ട് കൊടുക്കും. അല്ല നമസ്തേ. നമസ്തേ ജി. നട. അകലെ ബൈഠക് में मिलेगा.